വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉപദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 73 അധ്യായം 23-24 വാക്യങ്ങൾ. എന്നിരുന്നാലും ഞാൻ എപ്പോഴും നിന്നോട് കൂടെ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. വ്യക്തിപരമായ പ്രാർത്ഥന നമുക്ക് ഇത്ര അത്യാവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വകാര്യ പ്രാർത്ഥനയുടെ സമയങ്ങളിലാണ് ദൈവത്തിന്റെ ആലോചന നമുക്ക് ലഭിക്കുന്നത്. അവൻ നമ്മുടെ മേൽ ദൃഷ്ടി പതിപ്പിക്കുകയും സ്നേഹപൂർവ്വം നമുക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. നമ്മുടെ കർത്താവിനെ ഉപദേഷ്ടാവ് എന്ന് വിളിക്കുന്നത് യെശയ്യാവ് 9 അധ്യായം 6 വാക്യത്തിലും അവൻ ഉപദേശത്തിൽ അത്ഭുതവാനാണെന്ന് യെശയ്യാവ് 28 അധ്യായം 29 വാക്യത്തിലും കർത്താവിന്റെ ആലോചന എന്നേക്കും നിലനിൽക്കുന്നു എന്ന് സങ്കീർത്തനം 33 അധ്യായം 11 വാക്യത്തിലും ബൈബിൾ പ്രഖ്യാപിക്കുന്നു. ദൈവമക്കളെ, കർത്താവിന്റെ ആലോചന സ്വീകരിക്കാൻ സമയം നീക്കിവെക്കുക. നിങ്ങൾ പ്രാർത്ഥന പൂർത്തിയാക്കുമ്പോൾ കർത്താവിന്റെ സൗമ്യമായ ശബ്ദത്തിനായി നിശബ്ദമായി കാത്തിരിക്കുക. അവൻ നിങ്ങളെ ഉപദേശിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? തിരുവെഴുത്തുകൾ പറയുന്നു, ആലോചന ഇല്ലാത്തിടത്ത് ജനം വീഴുമെന്ന്. ഇത് സദൃശ്യവാക്യങ്ങൾ 11 അധ്യായം 14 വാക്യത്തിൽ കാണപ്പെടുന്നു. എല്ലാ ദിവസവും നമുക്ക് നിരവധി തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു. പലപ്പോഴും എവിടേക്ക് പോകണം, ഏത് വഴി സ്വീകരിക്കണം, എന്ത് തീരുമാനം എടുക്കണം, ആരെ കണ്ടുമുട്ടണം എന്ന് നമുക്കറിയില്ല. ഒരു തെറ്റായ ചുവടുവെപ്പ് പോലും വേദനാജനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് ഉപദേശം നൽകുന്ന ആത്മാവിനെ നൽകിയിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും കർത്താവിനോടുള്ള ഭയത്തിന്റെയും ആത്മാവ്. ഇത് യെശയ്യാവ് 11 അധ്യായം 2 വാക്യത്തിൽ കാണപ്പെടുന്നു. മാത്രമല്ല, പരിശുദ്ധാത്മാവ് എല്ലാം അറിയുന്നു, ദൈവത്തിന്റെ ആഴമേറിയ കാര്യങ്ങൾ പോലും. തിരുവെഴുത്ത് പറയുന്നു, എന്നാൽ ദൈവം തന്റെ ആത്മാവിലൂടെ നമുക്കവ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവെല്ലാം, അതെ, ദൈവത്തിന്റെ ആഴമേറിയ കാര്യങ്ങൾ പോലും അന്വേഷിക്കുന്നു. ഇത് 1 കൊരിന്ത്യർ 2 അധ്യായം 10 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവം തന്റെ ആത്മാവിലൂടെ തന്റെ ഉപദേശം നമുക്ക് വെളിപ്പെടുത്തുന്നു. മോശെ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് മരുഭൂമിയിലൂടെ ഏകദേശം 20 ലക്ഷത്തോളം ആളുകളെ നയിച്ചു. എവിടെ പാളയമിറങ്ങണം, എപ്പോൾ നീങ്ങണം, എങ്ങോട്ട് പോകണം, ജനങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റണം എന്നിവയെല്ലാം ഓരോ ദിവസവും ദൈവം അവനോട് നിർദ്ദേശിച്ചു. മോശെ യഹോവയുടെ ഉപദേശം ശ്രദ്ധിച്ചതിനാൽ ദൈവം അവനെ പൂർണ്ണമായി നയിച്ചു, മേഘസ്തംഭത്തിലൂടെയും അഗ്നിസ്തംഭത്തിലൂടെയും. ഇത് ആവർത്തന പുസ്തകം 1 അധ്യായം 32-33 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവൻ അവനെ വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രാപ്തനാക്കി. ദൈവമക്കളെ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ സമയത്ത് കർത്താവിന്റെ ഉപദേശം ശ്രദ്ധിക്കുക. അവൻ തീർച്ചയായും നിങ്ങളെ നയിക്കുകയും ശരിയായ വഴിയിൽ നയിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 16 അധ്യായം 7 വാക്യം. എനിക്ക് ഉപദേശം നൽകിയ കർത്താവിനെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എന്റെ ഹൃദയം എന്നെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ പുറപ്പാട് 36, 37, 38 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി സുവിശേഷം 23 അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.